എൻ്റെ പേര് ബീന. ഞാൻ കണ്ണൂർ കരിഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി കാരണമായിരുന്നു എൻ്റെ ജർമ്മൻ പഠിത്തം പ്ലസ് ജർമ്മനിക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ആദ്യം ഞാൻ B1 OSD എക്സാം ഞാൻ എഴുതിയായിരുന്നു 2022. പക്ഷേ ഞാൻ വളരെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ 4 സബ്ജക്റ്റിൽ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. പിന്നെ എൻ്റെ നെയ്ബേഴ്സ് വഴിയായിട്ട് അറിഞ്ഞ് കൃപാസനം പള്ളിയുടെ കുറിച്ച് അറിഞ്ഞത്, അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നത്, ഉടമ്പടി എടുത്തു. എൻ്റെ മുമ്പത്തെ പ്രെയർഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് സൺഡേസ് പോവുമായിരുന്നു. പിന്നെ ബൈബിൾ വായന തോന്നി അങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ റെഗുലർലി ആയിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ ചില നേരത്തെ എല്ലാ ദിവസവും പ്രെയർ ചില നേരത്തെ മിസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പോൾ എൻ്റെ എല്ലാ ദിവസവും കുർബാന പോവുമായിരുന്നു രാവിലെ. പിന്നെ ബൈബിൾ റീഡിങ് ½ an hour ചെയ്യുമായിരുന്നു. അതും ഇല്ലാതെ കുംസാരം 2 വീക്കിൽ ചിലപ്പോൾ 1 വീക്ക് ചെയ്യുമായിരുന്നു. ഈ പ്രെയർ ഫോർ ലൈഫിലാണ് എനിക്ക് B1 എക്സാം ECL എക്സാം ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ 22 ഞാൻ ഉടമ്പടി എടുത്ത് 23 ഒരു മെയ് മാസം ആകുമ്പോഴേ തന്നെ എനിക്ക് B1 ക്ലിയർ ചെയ്യാൻ പറ്റി. എൻ്റെ പ്രെയർഫുൾ ലൈഫും എനിക്ക് സ്ട്രോങ് ആക്കാൻ പറ്റി. ഈ പ്രെയർഫുൾ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ B2 എക്സാം ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്തിരുന്നാലും എനിക്ക് എക്സാം ഡേറ്റ്സ് കിട്ടുന്നുണ്ടായില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്തു. കോയമ്പത്തൂർ, കൊച്ചി, ട്രിവാൻഡ്രം, അങ്ങനെ നിയർ ബൈ എല്ലാം സൗത്തും പ്ലസ് നോർത്ത് ഏരിയാസിൽ നോക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് B2 എക്സാം ഡേറ്റ് കിട്ടിയത്. അത്ഭുതമെന്ന് പറയട്ടെ, B2 എക്സാം ഞാൻ റിസൾട്ട് 1 മന്തിലാണ് വരേണ്ടത്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയി 2 മന്തായി. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ B2 ഞാൻ ക്ലിയർ ആക്കി. പിന്നെ ഉടമ്പടി വസ്തു ഞാൻ എൻ്റെ എക്സാംസിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കയ്യിലെ മാതാവിൻ്റെ അത്ഭുതമായ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വെഞ്ചിരിച്ച ഉപ്പും കൊണ്ടുപോകുമായിരുന്നു. എവിടെയാണ് ഞാൻ ഇരിക്കണേ അവിടെയൊക്കെ ഉപ്പ് ഞാൻ തെളിക്കുമായിരുന്നു. എന്നിട്ട് മാതാവിൻ്റെ കൃപാത്തോടെയാണ് ഞാൻ എൻ്റെ B2 എക്സാം ക്ലിയർ ആക്കിയത്. എൻ്റെ സ്പീക്കിംഗ് എബിലിറ്റീസ് ഭയങ്കര പുവറായിരുന്നു. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഒരു പോസും ഇല്ലാതെ കണ്ടിന്യൂസ്ലി സ്പീക്ക് ചെയ്യുമായിരുന്നു. അത് ഈവൻ എൻ്റെ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ എക്സാമിനേഴ്സിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു, എനിക്ക് നല്ലതായിട്ടാണ് പറയണത്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ കൃപയും മാതാവിൻ്റെ പ്രാർത്ഥന ഉള്ള കൃപയും പിന്നെ തിരുക്കുമാരൻ്റെ കൃപ കാരണമായിട്ടാണ് ഞാൻ B1 B2 ക്ലിയർ ചെയ്തത്. പിന്നെ ഉടമ്പടി പത്രിക ശരിക്കും പറയുമ്പോൾ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് 3 കട്ട പേപ്പർ കിട്ടും. ആ 3 കട്ട പേപ്പർ ഇല്ലാതെ ഞാൻ ഈ 3 months 90 days എല്ലാ മാസം ഞാൻ കൃപാസനം പത്രിക എല്ലാ മാസം ഞാൻ ഇവിടെ നിന്ന് വരുത്തുമായിരുന്നു. എന്നിട്ട് പിന്നെ അതിൽ എനിക്ക് മലയാളം പറയാൻ മാത്രമേ അറിയുള്ളൂ, എഴുതാൻ അറിയില്ല. പക്ഷേ ഞാൻ എഴുതുമായിരുന്നു. നമുക്ക് കിട്ടുന്നത് എല്ലാം പുതുക്കുമ്പോൾ ഒരു 58 പേപ്പേഴ്സാണ് കിട്ടുന്നത്. ആ 58 പേപ്പേഴ്സിൽ ഞാൻ പ്ലെയിൻ പേപ്പറിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഈ ആർക്കാണോ ഞാൻ ഈ പേപ്പർ കൊടുക്കാൻ പോണേ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. മെയിൻലി ബസ് സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ പള്ളിയുടെ പുറത്ത് ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നെ മോക്കിയായിരുന്നു, എന്താ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും സ്റ്റിൽ ഇത് ക്യാരി ഓൺ ചെയ്യണു. ഈവൻ എൻ്റെ ഫാമിലീസിലെ ആണെങ്കിലും എല്ലാവരും എന്നെ മോക്കിയായിരുന്നു. പക്ഷേ എന്താണോ അറിയത്തില്ല, ഈ കൃപാസനം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതിൽ നിന്നായി ഞാൻ നാളെ കഴിഞ്ഞ് ജർമ്മനിക്ക് ഫ്ലൈ ചെയ്യുവാണ്. എൻ്റെ വിസ വന്നിട്ടുണ്ട്, ടിക്കറ്റ് വന്നു, എല്ലാം വേഗം തന്നെയായിരുന്നു. കുറച്ച് സമയമെടുത്തു. പക്ഷേ B2 ക്ലിയർ ആയപ്പോഴേക്കും എല്ലാം വേഗം തന്നെ ആയി. എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യണം വന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ മാതാവിനെ തിരുക്കുമാരനെ നന്ദി പറയണു. ദിനവൃത്താന്തം 20:17 കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട.
ബീന പോൾ എന്ന ഈ മകളുടെ സാക്ഷി